ഇക്കഴിഞ്ഞ മെയ് 5-നാണ് പറവൂർ സ്വദേശിയായ യുവതിയും കോഴിക്കോട് പന്തീരുകാവ് വള്ളിക്കുന്ന് സ്വദേശിയായ സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലും തമ്മിലുള്ള വിവാഹം നടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞ് വെറും 6 ദിവസത്തിനുള്ളിൽ യുവതിക്ക് ഭർത്താവിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത് ക്രൂരമായ ശാരീരികവും മാനസികവുമായ പീഡനങ്ങളാണ്. ഭ്രാന്തമായ സ്നേഹപ്രകടനങ്ങളാണ് രാഹുൽ യുവതിയോട് കാണിച്ചത്. കല്യാണം കഴിഞ്ഞതും തന്റെ എല്ലാ സ്വാതന്ത്ര്യവും പെൺകുട്ടിക്ക് ഇതോടെ നഷ്ടമായി. മൊബൈൽ ഫോൺ രാഹുൽ വാങ്ങിവെച്ചു. സ്വന്തം വീട്ടുകാരോട് ഫോണിൽ സംസാരിക്കാൻ പോലും പറ്റാതെയായി. ഒരുമിച്ച് കുളിക്കണം. ആദ്യത്തെ ഒരു ഉരുള നിർബന്ധമായും രാഹുലിന് കൊടുത്ത ശേഷമേ പെൺകുട്ടിക്ക് ഭക്ഷണം കഴിക്കാവൂ. ഇല്ലെങ്കിൽ രാഹുൽ പ്രശ്നമുണ്ടാക്കി പിണങ്ങി പോവുകയും ചെയ്യും. സൈക്കോ എന്നോ പൊസസീവ്നെസിന്റെ അങ്ങേയറ്റം എന്നൊക്കെ പറയാം. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ രാഹുലിന് മറ്റൊരു മുഖമായിരുന്നു. മദ്യപിച്ച ദിവസം യുവതി കരുതിയിരുന്നില്ല അയാൾ ഇത്രയും ക്രൂരമായി ഉപദ്രവിക്കുമെന്ന്. അടിക്കുകയും മൊബൈൽ ചാർജറിന്റെ വയർ കഴുത്തിൽ മുറുക്കുകയും ചെയ്തു. കിടക്കയിലേക്ക് തള്ളിയിട്ട് ബെൽറ്റ് കൊണ്ട് അടിക്കുകയും ചെയ്തു രാഹുൽ. ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്ന യുവതി അബോധാവസ്ഥയിലായി. തുടർന്ന് രാഹുലും അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തും ചേർന്നാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. രാഹുലിന്റെ ഭീഷണിയെ ഭയന്ന് ബാത്റൂമിൽ വഴുക്കി വീണത് മൂലമുണ്ടായ പരിക്കുകളാണ് തന്റെ ദേഹത്തെന്നാണ് യുവതി ആദ്യം പറഞ്ഞത്. സംശയം തോന്നിയ ബന്ധുക്കൾ വീണ്ടും നിർബന്ധിച്ചപ്പോഴാണ് സത്യങ്ങൾ പുറം ലോകം അറിയുന്നത്. ക്രൂരമർദ്ദനത്തിന് യുവതി ഇരയായ സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടും പന്തീരങ്കാവ് SHO യഥാസമയം കേസെടുക്കാൻ വിമുഖത കാണിച്ചെന്ന് ആക്ഷേപവും ഉയർന്നിരുന്നു. ശാരീരിക പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ടെന്ന് കരുതുന്ന പോലീസുകാർ കേരളത്തിന് അപമാനകരമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പ്രതികരിക്കുകയുണ്ടായി. ശാരീരിക പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ടെന്ന് കരുതുന്ന പോലീസുകാർ കേരളത്തിനും പോലീസ് സേനയ്ക്കും അപമാനം തന്നെയാണ്. പരാതിക്കാരിയോടുള്ള പോലീസിന്റെ പെരുമാറ്റവും വളരെ മോശമായ രീതിയിലായിരുന്നു. തന്റെ ഭർത്താവുമായി രമ്യതയിൽ പോകാൻ ഉപദേശിക്കുകയാണ് പോലീസുകാർ ചെയ്തതെന്ന് പെൺകുട്ടി പറഞ്ഞു. പോലീസ് സേനയ്ക്കുള്ളിൽ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധമുണ്ടാകണം. ഇത്തരം പീഡനങ്ങൾ വിദ്യാഭ്യാസ സമ്പന്നരായ പെൺകുട്ടികൾക്ക് പോലും നേരിടേണ്ടി വരുന്നു എന്നത് ഗൗരവമുള്ള പ്രശ്നമാണ്. വിവാഹം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിലാണ് യുവതിക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. സമൂഹത്തിന് അപമാനകരമായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ ഇനി ഒരിക്കലും ഇടവരാതിരിക്കട്ടെ. എന്തായാലും മകളുടെ ദുരവസ്ഥ മനസ്സിലാക്കി അവളുടെ മാതാപിതാക്കൾ അവളെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചല്ലോ. അത് തന്നെ ഭാഗ്യം. ഇല്ലെങ്കിൽ അവളും മറ്റൊരു ഉത്രയോ വിസ്മയോ ആയേനെ.